ഹലോ. അപ്പോൾ ഇന്ന് 10ാമത്തെ ലെസൺ ആണല്ലേ. ഇന്ന് നമ്മൾ ഇഫ് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ. ഇഫ് എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇഫ് വെച്ച് മാത്രമല്ല, വെൻ, അൺലെസ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ സെൻറ്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഇന്ന് പഠിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലെസണാണ്. അത്രയും ബേസിക് ലെസൺ അല്ല. എന്നാൽ നമ്മൾ സാധാരണ ഈ ഇഫൊക്കെ വളരെയധികം ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ സെൻറ്റൻസുകൾ ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കൂടെ പ്രാക്ടീസ് ചെയ്യൂട്ടോ. ഒന്ന് തുടങ്ങാം. മഴ പെയ്യുമ്പോൾ നിലമൊക്കെ വെറ്റാവും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നിങ്ങൾക്കും അറിയാലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, എപ്പോഴും ശരിയായ കാര്യങ്ങൾ, ജനറൽ ട്രൂത്ത്, അതിനൊക്കെ ഇങ്ങനെ രീതിയിലാണ് പറയുക. ഇപ്പോൾ ഇത് തന്നെ, മഴ പെയ്യുമ്പോൾ നിലം നനയുന്നു. എങ്ങനെ പറയും? അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ, മഴ പെയ്യുമ്പോൾ വെൻ ഇറ്റ് റെയിൻസ്. പെയ്യുമ്പോൾ എന്നാണെങ്കിൽ വെൻ ഇറ്റ് റെയിൻസ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ന് പറയാൻ വെൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. വെൻ ഇറ്റ് റെയിൻസ് എന്ത് പറ്റും? നിലം നനയും. ദ ഗ്രൗണ്ട് ഗെറ്റ്സ് വെറ്റ്. അപ്പോൾ ഇത് രണ്ട് ഭാഗം കണ്ടോ? രണ്ട് ഭാഗവും സിമ്പിൾ പ്രസൻറ്റാണ്. വെൻ ഇറ്റ് റെയിൻസ് ദ ഗ്രൗണ്ട് ഗെറ്റ്സ് വെറ്റ്. അല്ലെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ എന്ന് പറയണമെങ്കിലോ, അങ്ങനെ സംഭവിച്ചാൽ ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രൗണ്ട് ഗെറ്റ്സ് വെറ്റ്. ഇവിടെ രണ്ട് പാർട്ടും സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുന്നത്. റെഡും ബ്ലൂവും കൂടെ മിക്സ് ചെയ്താൽ പേർപ്പിൾ കിട്ടും. ഇത് ചിലർക്കൊന്നും അറിയണ്ടാവില്ല. കളർ എടുത്ത് മിക്സ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. സ്കൂളിൽ കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടാവും. ഇല്ല, ആ സമയത്ത് കട്ട് ചെയ്ത് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയില്ല. പക്ഷേ എന്നാലും ബാക്കി എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഇതൊക്കെ ഒരു ഫാക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. റെഡും ബ്ലൂവും, ചുവപ്പും നീലയും കൂടെ മിക്സ് ചെയ്താൽ എന്ത് കിട്ടും? പേർപ്പിൾ. എങ്ങനെ പറയും? മിക്സ് ചെയ്താൽ. അപ്പോൾ ഇഫ് യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ യു ഗെറ്റ് പേർപ്പിൾ. മനസ്സിലായോ? അതാണ് സീറോത്ത് കണ്ടീഷണൽ. മനസ്സിലായോ? സീറോത്ത് കണ്ടീഷണൽ. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇനി അതിന് കൂടാതെ ഒരു മിക്സ്ഡും ഉണ്ട്. വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ടി വരുമില്ല. ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ നമുക്ക് പിള്ളേരെ എടുത്തിട്ട് പറയണ്ടേ, എടാ നീ ആ ചുവപ്പ് നീലയും കൂടെ മിക്സ് ചെയ്ത് നിനക്ക് പേർപ്പിളാണ് കിട്ടുക എന്ന് പറയണ്ടേ. ഇഫ് യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ യു ഗെറ്റ് പേർപ്പിൾ. അപ്പോൾ അത് മനസ്സിലായോ? ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പറയാം. ഇനി നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയണമെങ്കിൽ സെൻറ്റൻസ് ഇത്തിരി മാറും. നാളെ മഴ പെയ്താൽ നമ്മൾ പുറത്ത് പോകില്ല, അകത്തന്നെ നിൽക്കും. എങ്ങനെ പറയും? ഇങ്ങനെ സംഭവിച്ചാൽ അല്ലേ, നാളെ മഴ പെയ്താൽ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ, നാളെ മഴ പെയ്താൽ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ. അപ്പോൾ നാളെയല്ലേ, അപ്പോൾ എങ്ങനെ ഈ റെയിൻസ് എന്ന് പറയണേ? വില്ലൊക്കെ വേണ്ടേ, ഫ്യൂച്ചർ വേണ്ടെന്ന് പറഞ്ഞാൽ ചില സമയത്ത് സിമ്പിൾ പ്രസൻറ്റും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസ് ആണിത്. മഴ പെയ്താൽ ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ നമ്മൾ അകത്ത് നിൽക്കും. വി വിൽ സ്റ്റേ ഇൻഡോഴ്സ്. ഉണ്ടോ? വി സ്റ്റേ ഇൻഡോഴ്സ് എന്നല്ല പറഞ്ഞത്, അവിടെ വില്ല് വേണം. വി വിൽ സ്റ്റേ ഇൻഡോഴ്സ് എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഇങ്ങനെ പറയാം. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ സ്റ്റേ ഇൻഡോഴ്സ്. നീ നിൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ, തീർക്കുമ്പോൾ നമുക്കൊരു സിനിമ കാണാം. എങ്ങനെ പറയും? അങ്ങനെ സംഭവിക്കുമ്പോൾ, നിൻ്റെ ഹോംവർക്ക് തീരുമ്പോൾ, വെൻ യു ഫിനിഷ് യുവർ ഹോംവർക്ക്, നീ ചെയ്ത് തീർക്കുമ്പോൾ. അപ്പം അങ്ങനെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വെൻ ആണ് ഉപയോഗിക്കുക. ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇഫാണ് വരിക. വെൻ യു ഫിനിഷ് യുവർ ഹോംവർക്ക് നമുക്കൊരു മൂവി കാണാം. അവിടെ വില്ല് ഉപയോഗിക്കണമെന്നില്ല, വില്ലിൻ്റെ പോലെ തന്നെ ക്യാനും അവിടെ യൂസ് ചെയ്യാം കേട്ടോ. വി ക്യാൻ വാച്ച് എ മൂവീസ്. നീ ഹോംവർക്ക് തീർത്താൽ എന്ന് പറയണമെങ്കിൽ ഇഫ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്. നീ ഹോംവർക്ക് തീർക്കുമ്പോൾ എന്ന് പറയാൻ വെൻ യു ഫിനിഷ് യുവർ ഹോംവർക്ക് നമുക്കൊരു മൂവി കാണാം. വി ക്യാൻ വാച്ച് എ മൂവി. അത് തിരിച്ച് പറയണമെങ്കിലോ, നീ നിൻ്റെ ഹോംവർക്ക് തീർത്താൽ നമുക്കൊരു മൂവി കാണാമെന്ന് പറയണമെങ്കിലോ, തീർത്താൽ, തീർത്തലും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഇഫ് യു ഫിനിഷ് യുവർ ഹോംവർക്ക് വി ക്യാൻ വാച്ച് എ മൂവി. മനസ്സിലായോ? നീ ഒന്ന് പെട്ടെന്ന് ചെയ്താൽ ബസ് നമുക്ക് മിസ്സാവില്ല. അതെങ്ങനെ പറയും? ഇവിടെയാണ് നമുക്ക് വേറെ രീതിയിലൊരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് പഠിക്കാം. സാധാരണ കേസിൽ ഇങ്ങനെ പറയാം, നീ ഹറി ചെയ്തില്ലെങ്കിൽ ബസ് നമുക്ക് മിസ്സാവും. ഇഫ് യു ഡോണ്ട് ഹറി, അല്ലേ, അത് ഹറി ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ബസ് മിസ്സാവും. യു വിൽ മിസ് ദ ബസ്. അപ്പോൾ ഇത് തന്നെ ഇഫ് യു ഡോണ്ട് ഡു സംതിങ് എന്നുള്ളതിന് പകരം അൺലെസ് യു ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇഫ് യു ഡോണ്ട് ഡു സംതിങ് നിങ്ങൾക്ക് മാറ്റിയിട്ട് അൺലെസ് യു ഡു ഇറ്റ്, അൺലെസ് യു ഡോണ്ട് ഡു ഇറ്റ് അല്ല, അൺലെസ് യു ഡു ഇറ്റ്. മനസ്സിലായോ? ഇഫ് യു ഡോണ്ട് ഡു ഇറ്റിനെ അൺലെസ് യു ഡു ഇറ്റ് എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റും. അൺലെസ് യു ഹറി
കുറച്ച് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ യു വിൽ മിസ് ദ ബസ്. അൺലെസ് യു ഹറി യു വിൽ മിസ് ദ ബസ്. അത് തന്നെയാണ് ഇഫ് യു ഡോണ്ട് ഹറി യു വിൽ മിസ് ദ ബസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ സീറോത്ത് കണ്ടീഷൻ എന്തായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ? ചുവപ്പും നീലയും മിക്സ് ചെയ്താൽ പർപ്പിൾ കിട്ടുന്നു. ഇഫ് യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ യു വിൽ ഗെറ്റ് പർപ്പിൾ എന്ന് പറയുന്നത് യു ഗെറ്റ് പർപ്പിൾ. അവിടെ വില്ല് പാടില്ല. ഫസ്റ്റ് കണ്ടീഷനാണ് നീ ഇത് ചെയ്താൽ ഇതാണ് കിട്ടുക, റിയൽ ലൈഫിലെ കാര്യങ്ങൾ. അത് വേണമെങ്കിൽ ഇതേ സെൻറ്റൻസ് വേണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ പറയാം കേട്ടോ. ഇഫ് യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ യു വിൽ ഗെറ്റ് പർപ്പിൾ. നിങ്ങൾക്ക് അതാണ് കിട്ടുക എന്നുള്ള രീതിയിൽ അത് പറയാം. പക്ഷേ ജനറലി യൂണിവേഴ്സൽ ട്രൂത്ത് ആകുമ്പോൾ നമുക്ക് സീറോത്ത് കണ്ടീഷനിൽ ഉപയോഗിച്ചാൽ മതി. ഫസ്റ്റ് കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയണത്. എന്നാൽ സെക്കൻഡ് കണ്ടീഷനിൽ അങ്ങനെയല്ല. അത് വളരെ ഭാവനയിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യുള്ളൂ. അത് ഭാവനയിലുള്ള കാര്യമാണ്, ശരിക്കുള്ളതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഈ സെൻറ്റൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ എനിക്കൊരു ലോട്ടറി അടിച്ചാൽ ഞാനൊരു വേൾഡ് ട്രിപ്പ് നടത്തും. ലോട്ടറി എനിക്ക് അടിക്കുമോ? എത്ര ഭാഗ്യം വേണം അത് അടിക്കണമെങ്കിൽ? ഒന്നാമത് ഞാൻ എടുക്കണമല്ലേ, ഞാൻ ലോട്ടറി എടുക്കാറില്ല. അടിച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ സാങ്കല്പിക കാര്യങ്ങളാണ്. അപ്പം ഇഫ് ഐ ലോട്ടറി അടിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇഫ് ഐ വൺ ദ ലോട്ടറി. കണ്ടോ, അവിടെ വിൻ അല്ല വേണ്ടത്, പക്ഷെ സാങ്കല്പികമാണ്, സംഭവിക്കാൻ ഒട്ടും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസിൽ വേണം ഇതിൻ്റെ ഇഫിൻ്റെ ആ ക്ലോസ്. ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് പറയുന്ന ആ ഭാഗമില്ലേ, അത് വേർബ് പാസ്റ്റ് ടെൻസിൽ പറയണം. ആരെങ്കിലും പാസ്റ്റ് ടെൻസിൽ ആ ഭാഗം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നടക്കുന്ന അയാൾക്ക് ഒരു ഉറപ്പില്ല. മനസ്സിലായോ? ഇഫ് ഐ വൺ ദ ലോട്ടറി, ഞാൻ വേൾഡൊക്കെ ട്രാവൽ ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വുഡ്, ആ രണ്ടാമത്തെ ഭാഗം കണ്ടോ, ഐ ട്രാവൽ ദ വേൾഡ് അല്ല, ഐ വിൽ ട്രാവൽ ദ വേൾഡ് അല്ല, ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. അവൻ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അവൻ എക്സാം പാസ്സാവില്ല. എങ്ങനെ പറയും? ഇഫ് ഹി ഡസൻറ്റ് സ്റ്റഡി ഹാർഡ് ഹി വിൽ നോട്ട് പാസ് ദ എക്സാം എന്ന് ഫസ്റ്റ് കണ്ടീഷനിൽ പറയാം. സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിലോ, ഇഫ് ഹി ഡിഡിൻറ്റ് സ്റ്റഡി ഹാർഡ്, പാസ്റ്റ് ടെൻസിൽ പറയണം. ഇഫ് ഹി ഡിഡിൻറ്റ് സ്റ്റഡി ഹാർഡ്, അവൻ നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ ഹി വുഡിൻറ്റ് പാസ് ദി എക്സാം. അപ്പോൾ സാങ്കല്പിക കാര്യമാണ്. അവൻ ചിലപ്പോൾ നന്നായി പഠിച്ച് ചിലപ്പോൾ പാസ്സാവും, പക്ഷെ പഠിച്ചില്ല എങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ സാങ്കല്പികമാണ്. അങ്ങനെ പറയണമെങ്കിൽ ഇഫ് ഹി ഡിഡിൻറ്റ് സ്റ്റഡി ഹാർഡ്, അല്ലെങ്കിൽ അൺലെസ് ഹി സ്റ്റഡീഡ് ഹാർഡ്, അല്ലേ? അൺലെസ് ഹി സ്റ്റഡീഡ് ഹാർഡ് ഹി വുഡിൻറ്റ് പാസ് ദി എക്സാം. ഞാൻ പറഞ്ഞില്ലേ, ഇഫ് സമ്മൺ ഡസൻ ഡു അല്ലെങ്കിൽ ഡിഡിൻ ഡു സംതിങ് എന്നുള്ളത് അൺലെസ് വെച്ച് പറയാം. പക്ഷേ ആലോചിക്കേണ്ടത് അവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. കാരണം ഞാൻ ചോദിക്കുന്നത് സെക്കൻഡ് കണ്ടീഷനിലാണ്. ആ നല്ല കുട്ടികൾ നന്നായി പഠിക്കും, പക്ഷെ പഠിച്ചിട്ടില്ല എങ്കിൽ, സാങ്കല്പികമാണ് എങ്കിൽ പാസ്സാവില്ല. അൺലെസ് ഹി സ്റ്റഡീഡ് ഹാർഡ് ഹി വുഡിൻറ്റ് പാസ് ദി എക്സാം. രണ്ട് ഭാഗവും ശ്രദ്ധിക്കണം. ഇഫ്, വെൻ, അൺലെസ് എന്നൊക്കെ വരുന്ന ഭാഗത്തിൽ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. അപ്പുറത്തെ ഭാഗത്ത് വുഡോ വുഡിൻ്റോ കുഡോ കുഡിൻ്റോ ആണ് യൂസ് ചെയ്യുക. വില്ലും ക്യാനും ഒന്നും അവിടെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. മനസ്സിലായല്ലോ? ഇനി തേർഡ് കണ്ടീഷണൽ. ഇത് ഹൈപ്പോത്തറ്റിക്കൽ തന്നെയാണ്, സാങ്കല്പിക തന്നെയാണ്, പക്ഷെ പാസ്റ്റിലത്തെ. ഓക്കെ, എനിക്ക് ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നു എങ്കിൽ ഞാനത് അറ്റൻഡ് ചെയ്തേനെ. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ മീറ്റിംഗ് ഐ വുഡ് ഹാവ് അറ്റൻഡഡ് ഇറ്റ്. മനസ്സിലായോ? എനിക്കിങ്ങനെ ലോട്ടറി അടിച്ചാലെന്നല്ല, അടിക്കുകയായിരുന്നുവെങ്കിൽ, അങ്ങനത്തെ സെൻറ്റൻസുകൾ. മുമ്പ് എന്തെങ്കിലും ഒരു സാങ്കല്പികമായ കാര്യം നടന്നിരുന്നുവെങ്കിൽ, ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദിസ് മീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു, ഇല്ല, അറിയാമായിരുന്നുവെങ്കിൽ ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ മീറ്റിംഗ് ഐ വുഡ് ഹാവ് അറ്റൻഡഡ് ഇറ്റ്. ഓക്കെ, അതാണ് തേർഡ് കണ്ടീഷൻ. അല്ലെങ്കിൽ ഇഫ് ഷീ ഹാഡ് നോട്ട് കോൾഡ്, അവൾ വിളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിഷമിച്ചേനെ. ഐ വുഡ് ഹാവ് ബീൻ വറീഡ്, എൻ്റെ അവസ്ഥ. ഐ വുഡ് ഹാവ് വറീഡ് എന്നും കുഴപ്പമില്ല, ഐ വുഡ് ഹാവ് ബീൻ വറീഡ്, എൻ്റെ അവസ്ഥ പറയണം. ഐ വുഡ് ഹാവ് ബീൻ വറീഡ്. അപ്പോൾ ഇഫ് ഷീ ഹാഡ് നോട്ട് കോൾഡ് അല്ലെങ്കിൽ ഇഫ് ഷീ ഹാഡിൻ കോൾഡ് നമുക്ക് അൺലെസ് വെച്ച് പറയാം. അൺലെസ് ഷീ ഹാഡ് കോൾഡ്, വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ വറീഡ്. ഇത് വളരെ അങ്ങനെ യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഫസ്റ്റ്, സെക്കൻഡ്, സീറോ, ഫസ്റ്റ്, സെക്കൻഡ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷേ തേർഡ് അങ്ങനെ വളരെ അപൂർവമൊന്നുമല്ല, ഉപയോഗിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. അത് അതിൻ്റെ ആ ഫസ്റ്റ് പാർട്ട് കണ്ടില്ല, ഇഫിന് വരുന്ന പാർട്ടിൽ ഇഫ് ഐ ഹാഡ് നോൺ V3, ആ മറ്റേ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഓർമ്മയുണ്ടോ, അതാണ് അവിടെ വരുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഐ വുഡ് ഹാവ്, ഐ കുഡ് ഹാവ് എന്നുള്ള രീതിയിലാണ് സെക്കൻഡ് പാർട്ട് വരിക. ഒരു എക്സാമ്പിൾ എല്ലാത്തിനും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാത്തിനും ഒരൊറ്റ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. ഇനി
വേറൊരെണ്ണമുണ്ട് മിക്സ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്ന് ആ ജോലി, ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ അന്ന് എടുത്തിരുന്നുവെങ്കിൽ അങ്ങനെ പറയാം, ഇഫ് ഐ ഹാഡ് ടേക്കൺ ദാറ്റ് ജോബ്, ആ ജോലി അന്ന് ആ ഓഫർ വന്നിട്ട് ഞാനത് എടുത്തിരുന്നു, ആ ജോലിക്ക് പോയിരുന്നു എങ്കിൽ, ഇഫ് ഐ ഹാഡ് ടേക്കൺ ദാറ്റ് ജോബ്, ഞാൻ ഇന്ന് എവിടെയാണ് താമസിക്കുക? ന്യൂയോർക്കിൽ ഞാൻ താമസിച്ചേനെ. ഐ വുഡ് ബി ലിവിങ് ഇൻ ന്യൂയോർക്ക് നൗ. അന്ന് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ ന്യൂയോർക്കിലായിരിക്കും താമസിക്കുന്നത്. മനസ്സിലായോ? പണ്ടൊരു കാര്യം, സാങ്കല്പിക കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ എൻ്റെ ഗതി മാറിപ്പോയേനെ എന്ന് പറയണമെങ്കിൽ സെക്കൻഡും തേർഡും കൂടെ മിക്സ് ചെയ്യും നമ്മൾ. ഇഫ് ഐ ഹാഡ് ടേക്കൺ ദ ജോബ്, ഐ വുഡ് ബി ലിവിങ് ഇൻ ന്യൂയോർക്ക് നൗ. എൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നില്ലെങ്കിൽ എങ്ങനെ പറയാ, ഇഫ് ഐ ഹാഡിൻ പ്രാക്ടീസ്ഡ് അല്ലേ, അല്ലെങ്കിൽ അൺലെസ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ഐ വുഡിൻ ബി റെഡി ഫോർ ദ പെർഫോമൻസ് നൗ. ഇപ്പം ഞാൻ പെർഫോമൻസിന് റെഡി ആവില്ലായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ അത്രയും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പെർഫോമൻസിന് റെഡി ആവാൻ പറ്റിയത്. അൺലെസ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ്, അല്ലെങ്കിൽ ഇഫ് ഐ ഹാഡ് നോട്ട് പ്രാക്ടീസ്ഡ് ഐ വുഡിൻ ബി റെഡി ഫോർ ദ പെർഫോമൻസ് നൗ. അപ്പോൾ മിക്സ്ഡ് കണ്ടീഷനിലും എളുപ്പമാണ്. ആക്ച്വലി ഇത് എല്ലാം എളുപ്പമാണ്. 1-2 എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ല. ഞാൻ അധികം എക്സാമ്പിൾസ് തന്നിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. നിങ്ങൾക്ക് ഓരോ കണ്ടീഷനിലും 0, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, മിക്സ്ഡ്, ഇതെല്ലാത്തിൻ്റെയും ഒരു സെൻറ്റൻസ് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ട് ഇടുക. അത്രയും മതി. അപ്പോഴേക്കും ഇഫ് കണ്ടീഷനിൽ കിട്ടും. അപ്പം നമ്മൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ എനിക്ക് കവർ ചെയ്യാനുള്ളത് ദോയുടെ യൂസാണ്. ഇപ്പം ദോ എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മലയാളത്തിൽ എങ്ങനെയാണ് അതിൻ്റെ സെൻറ്റൻസുകൾ വരുന്നതെന്ന് മനസ്സിലാവും. അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു എങ്കിലും, അങ്ങനെ പറയില്ല, എങ്കിലും, അതാണ് ദോ ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഈവൻ ദോ, ഓൾ ദോ എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ പൊതുവെ ദോ മാത്രം മതി. അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നെങ്കിലും അവൾക്ക് അവനെ പിരിയേണ്ടി വന്നു. ദോ ഷീ ലവ്ഡ് ഹിം, ഷീ ഹാഡ് ടു ലീവ് ഹിം. മനസ്സിലായോ? അങ്ങനെ ആണെങ്കിലും എന്ന് പറയാം. ദോ ഷീ ലവ്ഡ് ഹിം. ഞാൻ അവനെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ എങ്കിലും എന്തിൻ്റെ കൂടെ വരുന്നത് നിങ്ങൾ നോക്കണം. അവൾ അവനെ സ്നേഹിച്ചിരുന്നു എങ്കിലും, അപ്പോൾ ദോ ഷീ ലവ്ഡ് ഹിം, അപ്പോൾ അതിൻ്റെ കൂടെ ദോ വന്നു. ഇവിടെ ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല എങ്കിലും ഞാൻ അവനെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ചെയ്ത കാര്യം എന്താ? കുറേ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല, ഞാൻ അവനെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് എങ്കിലും. ദോ ഐ ഹാവ് ഹേർഡ് ഓഫ് ഹിം, ഐ ഹാവ് നെവർ മെറ്റ് ഹിം. ഇത് തിരിച്ചും വരാട്ടോ. ഐ ഹാവ് നെവർ മെറ്റ് ഹിം, ദോ ഐ ഹാവ് ഹേർഡ് ഓഫ് ഹിം. അപ്പോൾ എന്താണ് സംഭവിച്ചതെങ്കിലും എന്ന് പറഞ്ഞതിൻ്റെ കൂടിയാണ് ആ ദോ വരിക. എനിക്ക് നല്ലൊരു ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിലും എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ പറയും. ദോ ഐ ഹാവ് എ വെൽ പേയിങ് ജോബ്, അല്ലേ, അതുണ്ടെങ്കിലും എനിക്കതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. ദോ മനസ്സിലായോ? അപ്പോൾ ഇപ്പം നമ്മൾ അത്യാവശ്യം സെൻറ്റൻസ് ഉണ്ടാക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 10 ലെസൺസ് അരച്ച് കലക്കി കുടിച്ച് നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വയ്ക്കുക. ഇനിയൊരു 10 ദിവസം നമ്മൾ ടെസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. കുറച്ച് പേര് എൻ്റെ കോഴ്സുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വാട്സാപ്പിൽ ഒരു സിമ്പിളായിട്ടൊരു കോഴ്സ്, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യിക്കുന്ന ഒരു കോഴ്സ് എടുക്കുന്നുണ്ട്. അത് ഇത്രയും കാലം 2 മന്ത് കോഴ്സായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇനി ഇതൊരു 1 മന്ത് കോഴ്സായിട്ടാണ്. എന്ന് വെച്ചാൽ സെയിം കോണ്ടൻറ്റ് തന്നെ, കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കോണ്ടൻറ്റ് കുറയില്ല. പക്ഷേ 1 മന്തിൽ പെട്ടെന്നൊന്ന് ഇംഗ്ലീഷ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മന്തിൽ ഇത് എടുക്കുന്നുണ്ടെങ്കിലും 1 മന്തിൽ ഫ്ലുവൻസി അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമുക്ക് നമ്മുടെ എടുക്കുന്ന എഫേർട്ട് എടുത്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം അത് കണ്ടിന്യൂ ചെയ്യാമല്ലോ. 1 മന്ത് കഴിഞ്ഞിട്ട് നിർത്തേണ്ട കാര്യമില്ല, കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ 1 മന്തിൽ നമ്മുടെ പരിപാടി തീരും. പക്ഷേ 1 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കാണിക്കാം, അവിടേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഫെബ്രുവരി 15-നാണ് അടുത്ത ബാച്ച് തുടങ്ങുക. അപ്പോൾ ഇപ്പോഴേ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഫെബ്രുവരി 15 ആകുമ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ ചേർത്ത് ക്ലാസ് തുടങ്ങും. ഇനി അതല്ലാണ്ട് കുറച്ചുകൂടെ
പ്രൊഫഷണലായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ കോഴ്സിൽ നമ്മൾ ഗ്രാമറൊന്നും കവർ ചെയ്യുന്നില്ല. വാട്സപ്പ് കോഴ്സിൽ നമ്മൾ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന രീതിയിലാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതല്ല, ഗ്രാമറൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ഒരു ഫോർമലായിട്ട് കറക്റ്റായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് എൻ്റെ വെബ്സൈറ്റ് വഴിയുള്ള കോഴ്സ് എടുക്കാൻ പറ്റും. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കും. ഒരു B1 ലെവലൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കും. ആകെ ഞാൻ എപ്പോഴും പറയാം, ഒരു കോഴ്സ് എടുക്കുമ്പം അത് നന്നായി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കോഴ്സ് എടുക്കണേ, നന്നായി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലർക്കും കോഴ്സിലെടുത്താൽ അത്ര എഫക്റ്റീവ് ആവാറില്ലല്ലോ. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളതിൽ എത്രമാത്രം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ ഒരു കാര്യം ഞാൻ പറയണത്, ഒന്ന്, എല്ലാ ദിവസവും 90 ഡേയ്സിലാണ് കോഴ്സ്, ഫുൾ കോഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് കോഴ്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മൾ ഒരു ദിവസം ഇരുന്നിട്ടൊരു 2-3-4 മണിക്കൂർ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ഇത്തിരി പഠിക്കണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് കണ്ട് പഠിച്ചിട്ടുണ്ടാകും, വേറെ സ്ഥലത്തു നിന്ന് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ സംശയങ്ങൾ എങ്ങനെ ചോദിക്കുക എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എൻ്റെ കോഴ്സ് എടുക്കുന്നവർ അങ്ങനെ ഫീലിംഗ് വെച്ച് നിൽക്കരുത്, എല്ലാ സംശയങ്ങളും ചോദിക്കുക. ഞാൻ തന്നെയാണ് ഉത്തരം പറഞ്ഞുതരിക. മൂന്നാമത്തെ കാര്യം, സാധാരണ കോഴ്സുകളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയില്ല ടീച്ചർ, അപ്പോൾ അത് കേട്ടിട്ട് കുട്ടികൾ പഠിക്കും. ശരിക്കും ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ കേൾക്കുന്നേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ സ്വയം ചിന്തിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കോഴ്സിൽ ഞാൻ അതാണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുക, അല്ലേ? നമ്മൾ ഈ പറഞ്ഞു തരുന്നത് കുട്ടികളെ കേട്ടോണ്ടിരിക്കും, പക്ഷെ അത് ചിന്തിച്ച് അവർ സ്വയം സെൻറ്റൻസ് ഉണ്ടാക്കണം. അത് എങ്ങനെയാണ് അത് സംഭവിപ്പിക്കുക എന്ന് വെച്ചാൽ ക്വിസ് വെച്ചിട്ടാണ്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് വളരെ ചെറുതാണ്, യൂട്യൂബിലെ വീഡിയോസ് അല്ല കേട്ടോ, സെപ്പറേറ്റ് ഒരു വീഡിയോ ആണ്, അതൊരു സെപ്പറേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ചെറിയ വീഡിയോസാണ്. ആ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലായത് വിചാരിക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ക്വിസ് സെറ്റ് ചെയ്തേക്കണേ. ക്വിസിലാണ് നമുക്ക് മനസ്സിലാവുക എവിടെയൊക്കെയാണ് നമുക്ക് പിടുത്തം കിട്ടാതിരുന്നത്. ഇങ്ങനെയല്ല അല്ലേ, ആ ഒരു തിരിച്ചറിവാണ് ലേണിംഗ് പോസിബിൾ ആക്കുക. അപ്പോൾ അതിനുവേണ്ടി ക്വിസ്, ധാരാളം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള, തിരിച്ചും മറിച്ചൊക്കെ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചുള്ള ക്വിസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വിസിൻ്റെ ഉത്തരങ്ങൾ ഗെസ് ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് നന്നായി എൻ്റെ കോഴ്സിൽ പഠിക്കാൻ പറ്റും. എന്തൊക്കെയായിരുന്നു? 15 മിനിറ്റ് എല്ലാ ദിവസവും 90 ഡേയ്സിലേക്ക്. 2, എന്ത് സംശയം ഉണ്ടെങ്കിലും, എന്ത് പൊട്ട സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. മൂന്നാമത്തത്, ക്വിസിൻ്റെ ആൻസേഴ്സ് ഗെസ് ചെയ്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ ആ ഫുൾ കോഴ്സിനൊപ്പം പ്രാക്ടീസ് എങ്ങനെ ചെയ്യാനുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം, അത് മതി. വേറൊരു കോഴ്സ് നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യം വരില്ല ഫുൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. എല്ലാവരും കോഴ്സ് എന്ന് പറയും, പക്ഷെ എന്താണ് ഒരു കോഴ്സ് എടുത്തിട്ട് നന്നായി ഒരു കുട്ടിക്ക് അതിന് ഡിഫറൻസ് ഉണ്ട്, ചേഞ്ച് ഉണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ പുറകെ നിൽക്കുന്നതുകൊണ്ടാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ സംശയമൊക്കെ പോയി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള ആ ഒരു ഫീലിംഗ് വരണം. അപ്പോഴേ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഉപകാരത്തിലെത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് കോഴ്സാണെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ലാത്ത മറ്റേ കോഴ്സാണെങ്കിൽ 90 ഡേയ്സ് കോഴ്സാണെങ്കിൽ 90 ഡേയ്സ് ഡ്യൂറേഷനുള്ള കോഴ്സ് കേട്ടോ. 90 ഡേ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ലെവൽ 1+2+3 എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൽ കാണുക. അതാണെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പോയി വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനാണ്. വിസ കാർഡോ മാസ്റ്റർ കാർഡോ യൂസ് ചെയ്താണ് വാങ്ങിക്കേണ്ടത്. റുപ്പേ കാർഡ് യൂസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.